ഒരമ്മ ഒരു 10 വയസ്സായ കുട്ടിയെയും കൊണ്ടാണ് ഇന്നലെ ഒ.പിയിൽ വന്നത്. കുട്ടിക്ക് ശ്വാസം മുട്ടലായിരുന്നു. അവരുടെ ഒരു സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ചെറുപ്പം മുതലേ അതിശക്തമായിട്ടുള്ള തുമ്മലുണ്ടായിരുന്നു. എന്നും രാവിലെ എണീച്ചാൽ ഉടനെ ഒരു 10 തവണ, അത് പിന്നെ കൂടി കൂടി 100 തവണ, 1000 തവണ വരെ തുമ്മുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവരുടെ ജോലി തിരക്കും മറ്റു പല തിരക്കുകളും കാരണം ഇത് അത്ര വലിയ അസുഖമൊന്നും അല്ല എന്ന് കരുതി അവരത് ട്രീറ്റ് ചെയ്യാതെ അപ്പോൾ ഇപ്പോൾ ഉള്ള പൊടിക്കൈകളും മറ്റുമൊക്കെ കൊടുത്തു. അത് പിന്നെ മാറിപ്പോവും. അങ്ങനെ അങ്ങനെ പോയി കാലങ്ങൾ കഴിഞ്ഞു. ഇന്ന് അവർക്കതൊരു ശ്വാസം മുട്ടലായി മാറി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അലർജി, ഈസ്നോഫീലിയ എന്ന രോഗത്തെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി, വാണിയമ്പലം. അപ്പോൾ അലർജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ തന്നെ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ തന്നെ ആദ്യം തുടക്കത്തിൽ ചെറിയ തുമ്മലായിരിക്കാം. 1-2 തുമ്മലായിട്ട് തുടങ്ങും. പിന്നെ അത് ക്രമേണ വർദ്ധിക്കും. പല പേഷ്യൻസും പറയാറുണ്ട്, 1000 തവണ വരെ തുമ്മും ഡോക്ടറെ, തുമ്മി തുമ്മി എൻ്റെ മൂക്ക് തെറിച്ചു പോയി എന്നൊക്കെ. അത്ര ശക്തമായിട്ടുള്ള തുമ്മലും അതിനോടൊപ്പം തന്നെ മൂക്ക് ചൊറിച്ചിൽ, അതുപോലെ തന്നെ കണ്ണ് ചൊറിച്ചിൽ, അതുപോലെ തൊണ്ടയിലുള്ള ചൊറിച്ചിൽ. തൊണ്ടയിൽ പലപ്പോഴും അരിപ്പ് പോലെ ആയിരിക്കാം. എപ്പോഴും ഇവർക്ക് ത്രോട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യേണ്ട ഒരവസ്ഥ. ത്രോട്ട് ഇങ്ങനെ ഇവരൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ ഒരു ചൊറിച്ചിൽ കാരണമാണ് പലപ്പോഴും ഇത് ചെയ്യുന്നത്. പലപ്പോഴും ഇത് അമ്മമാർ കുട്ടികളിൽ കാണുമ്പം അത് അത്ര ഒരു വലിയ അസുഖമല്ലാത്ത രീതിയിൽ ഇത് നെഗ്ലക്റ്റ് ചെയ്യുകയും ഈ കുട്ടിക്ക് സംഭവിച്ചതുപോലെ അത് ഭാവിയിൽ ആസ്മയും ശ്വാസമുട്ടലും മറ്റുമൊക്കെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് തന്നെ തുമ്മലും തൊണ്ടയും മൂക്കും കണ്ണും ഒക്കെയുള്ള ചൊറിച്ചിൽ തന്നെയാണ്. പലപ്പോഴും ഈ ലക്ഷണങ്ങളൊന്നുമില്ലാതെ ചിലപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാകുന്ന വരണ്ട ഒരു ചുമ മാത്രമായിരിക്കും. കുട്ടി പലപ്പോഴും അമ്മമാർ പറയാറുണ്ട്, കുട്ടി രാത്രി കിടന്ന ഉടനെ എണീറ്റ് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഒരു 3 മണി 4 മണി ആകുമ്പോൾ രാത്രി എണീറ്റിട്ട് ശക്തമായിട്ട് ചുമക്കും. അപ്പോൾ നമ്മളൊന്ന് എണീറ്റിരുത്തി ഒന്ന് ബാക്കൊക്കെ ഒന്ന് തലോടി കൊടുത്തു കഴിഞ്ഞാൽ ആ ചുമ കുറയും. അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ ചുമ കുറയും. പിന്നെ അവർ ഉറങ്ങും. പിന്നെ അത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ നമ്മൾ ബ്ലഡിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻസ് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഈസ്നോഫിൽസ് ബ്ലഡിൽ കൂടുതലായിരിക്കും. അതായത് അലർജിയുടെ ഒരു റെസ്പോൺസ് ആയിട്ട് ബോഡി അതിനോട് റിയാക്ട് ചെയ്തതാണ്. ഈസ്നോഫിൽസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. IgE നോക്കുകയാണെങ്കിൽ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവരുടെ ഈ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പലപ്പോഴും വീട്ടിലുള്ള ഈ ഒരു പൊടി തന്നെ ആവാം. പലപ്പോഴും അമ്മമാർ പറയാറുണ്ട്, ചിലപ്പോൾ ബെഡൊക്കെ ഒന്ന് വിരിക്കുന്ന സമയത്ത് ഒന്ന് പൊടി തട്ടുന്ന മാറാല തട്ടുന്ന സമയത്ത് ചൂലെടുക്കുന്ന സമയത്ത് പല കുട്ടികളും പറയാറുണ്ട്, ഈ ചൂലെടുത്താൽ അപ്പോൾ എനിക്ക് തുമ്മലായി, എനിക്ക് ചൂലെടുക്കാനേ വയ്യ. അതുപോലെ തന്നെ ചിലപ്പോൾ ചിലർക്ക് ചില സ്മെല്ലായിരിക്കാം, ചില പെർഫ്യൂമിൻ്റെ മണമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില തണുപ്പുള്ള ഭക്ഷണങ്ങളായിരിക്കാം. ഒരു ഐസ്ക്രീം കഴിച്ചതായിരുന്നു അതേ ഓർമ്മയുള്ളൂ, പിന്നെ തൊണ്ട ചൊറിച്ചിലോട് ചൊറിച്ചിലാണ്, പിന്നെ തുമ്മലാണ്, ചുമയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരാറുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ കാരണങ്ങൾ നമ്മൾ പറഞ്ഞതൊക്കെ തന്നെ നമ്മളുടെ ബെഡ്ഷീറ്റിലുള്ള പൊടിയായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന പല ഡസ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ നമുക്കറിയാം ചില റൂമുകളിൽ ചില വീടുകളിലൊക്കെ കുളിർപ്പ് നിന്നിട്ട് അവിടെ പലപ്പോഴും ഫംഗസോ മൗൾഡോ ഒരു ചെറിയൊരു കറുപ്പ് രീതിയിലുള്ള ഫംഗസോ ഒക്കെ നമുക്ക് കാണാറുണ്ട്. ഇവയൊക്കെ പലരിലും അലർജി കാണിക്കുന്നുണ്ട്. ഇനി അതല്ലാതെ വീട്ടിൽ പെറ്റ്സൊക്കെ ഉള്ളവരാണെങ്കിൽ, പൂച്ചയോ നായയോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇവയുടെ രോമങ്ങൾ പല കുട്ടികളിലും അലർജി ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പരമാവധി പൊടി വിമുക്തമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ, വലിയ ആൾക്കാരാണെങ്കിൽ ഇത് ഡസ്റ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു മാസ്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഈ പുതപ്പും വിരിപ്പൊക്കെ ഒരു 3-4 ദിവസം കൂടുമ്പോൾ നിർബന്ധമായിട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇവരുടെ ഡ്രസ്സുകളും പുതപ്പുകളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ചൂടുവെള്ളത്തിൽ തന്നെ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കമ്പിളി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പലപ്പോഴും കമ്പിളിയിൽ ചെറിയ ഡസ്റ്റ് മൈറ്റ്സും ചെറിയ ചെറിയ പൊടി, നമ്മളത് കുടയുമ്പോൾ നമുക്ക് അന്തരീക്ഷത്തിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയ പൊടികൾ ഇങ്ങനെ പറക്കുന്നതായിട്ട്. അപ്പോൾ നമുക്ക് അത് ഒരിക്കലും അത് നിയന്ത്രിക്കാൻ കഴിയാറില്ല. അപ്പോൾ കമ്പിളി ഉപയോഗിക്കാതെ അതിന് പകരം കട്ടിയുള്ള കോട്ടൻ്റെ പുതപ്പുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ഈ പൊടി ആയിരിക്കില്ല, പല ആളുകളിലും നമ്മൾ കൂടുതൽ അന്വേഷിക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പാലായിരിക്കാം, ചിലപ്പോൾ മുട്ടയായിരിക്കാം ഈ അലർജി ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ തുമ്മലല്ലാതെ ഇവർക്ക് സ്കിന്നിലൊക്കെ ചൊറിച്ചിലായിട്ടും ഈ ഈസ്നോഫീലിയ കാണിക്കാറുണ്ട്, അട്ടിക്കറിയ പോലെ പൊന്തലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ മുട്ടയോ പാലോ, ചിലപ്പോൾ ചിലർക്ക് ബീഫായിരിക്കാം, അങ്ങനെ ഭക്ഷണത്തിലുള്ള ഏതെങ്കിലും ഒരു ഘടകമായിരിക്കാം ഈ അലർജി ഉണ്ടാക്കുന്നത്. ചിലർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ ചില സീഡ്സ് ആയിരിക്കാം. അപ്പോൾ ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ
അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്ഡ് ഫുഡുകളായിട്ടുള്ള ബിസ്ക്കറ്റ്സ്, നൂഡിൽസ് അങ്ങനെയുള്ള ഇവയൊക്കെ ധാരാളം പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ ഇന്ന് വളരെ കോമൺ ആയിട്ട് ഡെയിലി എന്ന പോലെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇവയിലേക്കുള്ള പ്രിസർവേറ്റീവ്സും കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ഈ അലർജി ഉള്ളവർ പരമാവധി നമ്മളത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്തിനോടാണോ അലർജി എന്ന് കറക്റ്റായിട്ട് അറിയാനായിട്ട് അലർജിയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള അലർജൻസിനോടുള്ള പ്രതികരണം നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് ഏതിനോടാണ് നമുക്ക് കറക്റ്റായിട്ട് കണ്ടെത്താൻ പറ്റും. ഇനി നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എന്തിനോടാണ് അലർജി എന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മളൊരു ഡയറി കീപ്പ് ചെയ്യാം. നമുക്ക് ഈ അലർജി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ഒരു 5 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറോ മുമ്പ് കഴിച്ച ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്ത ഒരു ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്നും എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടും ഏതിനോടാണോ അലർജി ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് മാത്രം അവോയ്ഡ് ചെയ്താൽ നമുക്കിത് മാറ്റാവുന്നതാണ്. ഇനി ഈ അലർജി ഉള്ള കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റാവുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ അലർജി കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അലർജി വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാം. നമ്മുടെ ഈ ചെറിയുള്ളി ഉണ്ടല്ലോ, വീട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഈ ചെറിയുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് മോരിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അലർജി കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം മഞ്ഞൾ നമുക്കറിയാം ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. വളരെയധികം നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നമുക്ക് വീട്ടിൽ സുലഭമായിട്ടുള്ള ഒരു സാധനമാണ്. അത് നമ്മൾ ഡെയിലി ഒരു സ്പൂൺ തേന്, ഒരു സ്പൂൺ അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ 1/2 സ്പൂൺ തേനും ഒരു 1-2 പിഞ്ച് ഒരു നുള്ളു മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ട് കുട്ടികൾ രാവിലെ ഇത് കഴിക്കുകയാണെങ്കിൽ അലർജി കുറയ്ക്കും. ഇത് മുതിർന്നവരാണെങ്കിൽ ഒരു സ്പൂൺ തേനിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി 2 പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ അലർജി കുറയും. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊന്നാണ് നമ്മുടെ വെളുത്തുള്ളി. ചെറിയുള്ളി പോലെ തന്നെ വെളുത്തുള്ളിയും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, നമുക്ക് അലർജി കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഈ ഓയിലുകൾ നോക്കുക, റിഫൈൻഡ് ഓയിൽസ് ഉപയോഗിക്കാതെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കുള്ള വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അലർജി ഉള്ളവരിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടും പിന്നെ ഒരു അരമണിക്കൂർ വെയിൽ കൊണ്ടിട്ടും ഒക്കെ നമ്മൾ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അലർജി കുറയ്ക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ഈ പറഞ്ഞ ഈ അമ്മയുടെ ഒരു കേസ് പോലെ തന്നെ നമ്മളത് തുടക്കത്തിലേ നമ്മളത് കണ്ടെത്തി ഒരിക്കലും അത് നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കാം. കുട്ടികളുടെ കേസിലാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളത് ചെറിയ ചുമയാണെങ്കിലും ചെറിയ തുമ്മലാണെങ്കിലും അതിൻ്റെ അളവ് കൂടുതലായി വരുന്നുണ്ടെങ്കിൽ നമ്മളത് യഥാസമയം ഒരു ഡോക്ടറെ കണ്ട് ഒരു ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അലർജി ഒരിക്കലും ഒരു രോഗമല്ല, അത് ബോഡിയുടെ ഒരു ഓവർ റിയാക്ഷനാണ്. പക്ഷെ നമ്മളത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടലും കൂടുതൽ ബുദ്ധിമുട്ടുമായി മാറും. അത് യഥാസമയം കണ്ടെത്തി നമ്മൾ ചികിത്സിക്കാം. ഇനി അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എപ്പോഴും തുമ്മുന്ന, എപ്പോഴും തൊണ്ട ചൊറിയുന്ന, എപ്പോഴും ത്രോട്ട് ക്ലിയർ ചെയ്യുന്ന നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സിന് ഇതൊന്ന് അയച്ചു കൊടുക്കുക. അവർക്കിതൊരു ഉപകാരമാവട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.